ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇടിച്ചക്ക തോരനാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇതിപ്പോൾ 1/2 കിലോയോളം ഉണ്ട്. ഇതിൻ്റെ ആ പുറത്തെ ആ മുള്ളും ആ അഴുക്കും എല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു രീതിക്കാണ് ഇവിടെ ചക്കയൊക്കെ ലഭിക്കുന്നത്. ചെറിയ ചക്ക ഇതുപോലെ കട്ട് ചെയ്ത് നമുക്കിവിടെ ഒരുപാട് ലഭിക്കും. വലിയ ചക്ക കിട്ടാനാണ് ഇച്ചിരി ബുദ്ധിമുട്ട്. ഇപ്പോൾ മാർക്കറ്റിൽ ചെന്നാൽ ഇതുപോലെ ചക്ക കട്ട് ചെയ്ത് ഇങ്ങനെ ഒരുപാട് വെച്ചിട്ടുണ്ടാവും. അതുപോലെ വലിയ ചക്കയൊന്നും ഇവിടെ ഉള്ളവർ അങ്ങനെ ഉപയോഗിക്കത്തില്ല. ചെറിയ ചക്കയാണെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് ലഭിക്കും ഇവിടെ. ഇതിപ്പോൾ മുഴുവനും ഞാൻ എടുക്കുന്നില്ല. ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ തോരൻ വെക്കുന്നതിന് വേണ്ടി. അതായത് ഇത്രയും മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതൊരു കുക്കറിലേക്ക് ആക്കി കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു വിസിൽ അടിച്ച് കഴിയുമ്പോഴേക്കും തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പതുക്കെ ഇതൊന്ന് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ കറക്റ്റ് പരുവത്തിന് വെന്തിട്ടുണ്ടാവും. ഇതിലേക്കുള്ള അരപ്പിനായിട്ട് 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 സ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും 2 പച്ചമുളകും 3 വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ സവാള ചതച്ചതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ചതച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. കൈകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ രീതിയിലൊന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും ഇതാ ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ചക്ക ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിരിക്കുകയാണ്. കൈകൊണ്ടൊന്ന് എടുത്ത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി, ഒരുപാടൊന്നും വെന്ത് പോകേണ്ട കാര്യമില്ല. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടൊന്ന് ചതച്ചെടുക്കണം. അരയ്ക്കരുത്. അതായത് പൾസ് ബട്ടൺ ഉണ്ടല്ലോ, അതിലമർത്തി ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയേ ആകാവുള്ളൂ. അതല്ലെങ്കിൽ ഇത് ഒരുപാട് അരഞ്ഞു പോകും. അങ്ങനെ അരഞ്ഞു പോയാൽ നമുക്ക് തോരൻ വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ചതച്ചെടുത്തിരിക്കുന്നത്. 2 സ്പൂൺ എണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 സ്പൂൺ കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ഉള്ളിയും 2-3 വറ്റൽമുളകും പിന്നെ 1 സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉഴുന്ന് പരിപ്പ് നിർബന്ധമൊന്നുമില്ല ചേർക്കണമെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതുകൂടെ ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക മണവും രുചിയൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജീരകം ഞാൻ ചേർത്തിട്ടില്ല. ജീരകം ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ജീരകപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചക്കയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അരപ്പൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് ആകുന്നതിന് വേണ്ടി ഇതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ അല്പം വെള്ളം തളിച്ച് കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളമൊന്നും കോരി ഒഴിക്കരുത്. ചക്കയൊക്കെ ഓൾറെഡി വെന്തിട്ടുണ്ട്. ഈ അരപ്പൊക്കെ ഒന്ന് വേകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുക മാത്രമേ ആകാവുള്ളൂ. ഈ ചക്കയും അരപ്പും ഒക്കെ ഒന്ന് മിക്സ് ആകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ 2 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അടിയിലെങ്ങാനും പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ ഉപ്പ് അല്പം കുറവുണ്ട്. അപ്പോൾ ഞാൻ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്നും കൂടി ഒന്ന് അടച്ച് വെക്കുക. 1 മിനിറ്റ് മതി. ഞാനിതൊന്ന് തുറന്ന് നോക്കട്ടെ. അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കട്ടെ. അപ്പോഴേക്കും ഇതാണ്ട് ഇതൊന്നും അടിയിൽ പിടിച്ചിട്ടില്ല. കറക്റ്റ് പരുവത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഇടിച്ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. കറക്റ്റ് പരുവത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ നാട്ടിൽ ചക്കയുടെ സീസണൊക്കെ അല്ലേ. അപ്പം ഇടിച്ചക്ക കിട്ടുവാണെങ്കിൽ ഇങ്ങനെയൊന്ന് ഇടിച്ചക്കത്തോരൻ തയ്യാറാക്കി നോക്കണം കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്നും എന്നാൽ നല്ല രുചിയോട് കൂടിയ ചക്കത്തോരനാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ചക്ക ലഭിക്കുന്നതല്ലേ. ചെറിയ ചക്ക കിട്ടുമ്പോൾ ഈ രീതിയിലൊന്ന് ഇടിച്ചക്കത്തോരൻ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.